ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി അവളുടെ ഭർത്താവ് തന്നെയാണ്. തൻ്റെ ഭർത്താവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന് പുറമെ ഭർത്താവിൻ്റെ ഭൗതിക കാര്യങ്ങളിലും ഭർത്താവിന് എല്ലാവിധ പരിഗണനകളും നൽകണം. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വേഷവിധാനം, ഭക്ഷണം, വിശ്രമം, സുഖസൗകര്യങ്ങൾ, വൃത്തി, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു ഭാര്യയുടെ ശ്രദ്ധ ഉണ്ടായാൽ ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ ഒരു ഭാര്യയ്ക്ക് സാധിക്കും. സ്വന്തം ഭർത്താവിൻ്റെ ദുഃഖം തൻ്റെയും കൂടി ദുഃഖമായി കാണാൻ ഒരു ഭാര്യയ്ക്ക് സാധിക്കണം. തൻ്റെ ഭർത്താവിന് ഏത് കാര്യത്തിലാണ് കൂടുതൽ ഇഷ്ടമെന്നും അതുപോലെ ഏത് ഭക്ഷണമാണ് ഇഷ്ടമെന്നും ഒരു ഭാര്യ അറിയാൻ ശ്രമിക്കണം. ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു ഭാര്യ മുൻഗണന നൽകേണ്ടതുണ്ട്. നല്ല സമീപനത്തോടെ, നല്ല പരിചരണത്തോടെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കും. ഭാര്യയുടെ ഏത് ആവശ്യങ്ങളും ഭർത്താവ് നിറവേറ്റിത്തരുകയും ചെയ്യും. ഇത്തരം സ്ത്രീകൾക്ക് സുഖകരമായ ജീവിതം നയിക്കാൻ സാധിക്കും. എന്നാൽ തൻ്റെ അഴകും സമ്പത്തും സൗന്ദര്യവും ഒക്കെ കാരണം തൻ്റെ ഭർത്താവിനെ ഭരിക്കാൻ കഴിയുമെന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെയുള്ളൊരു ധാരണ തീർത്തും തെറ്റാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം ആസ്വദിക്കുന്നവനും ആകർഷിക്കുന്നവനുമാണെങ്കിലും ഒരു സുന്ദരിയായ ഭാര്യയെ ലഭിച്ചു കഴിഞ്ഞാൽ ആ സൗന്ദര്യം കൊണ്ട് മാത്രം അവളുടെ ദാസനായി ജീവിക്കാൻ അവന് കിട്ടുകയില്ല. അതേസമയം സേവന സന്നദ്ധയായ ഒരു സ്ത്രീയുടെ മുന്നിൽ അവൾക്ക് സൗന്ദര്യം അല്പം കുറവാണെങ്കിലും അവൻ അവളെ അളവറ്റ് സ്നേഹിക്കുക തന്നെ ചെയ്യും. എന്നാൽ അർപ്പണ മനോഭാവവും സ്നേഹസന്നദ്ധതയും കൊണ്ട് ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചുപറ്റാൻ ശ്രമിക്കുക. എന്നാൽ സന്തോഷകരമായ ജീവിതം ലഭിക്കും. സന്തോഷകരമായ ജീവിതം നയിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.